അടുത്ത വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ ഇത്രയും തവണ കൊണ്ടുവരാത്ത ഒരു ടൈപ്പ് ഒരു സെറ്റ് മുണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ ഒരു ചെറിയ ഡിഫറൻസ് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. എല്ലാ തവണ ഒരുപോലെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടൈപ്പ് സെറ്റ് മുണ്ട് ഞാൻ എടുത്തത്. സോറി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന മെയിൻ ബോർഡറിൻ്റെ കൂടെ കാണുന്ന കരയേക്കാൾ കുറച്ചും കൂടി വീതിയായിട്ട് നിങ്ങളുടെ ഈ സൈഡിൽ കൂടെ പോകുന്ന ബോർഡറിൻ്റെ കൂടെ ഉണ്ട്. അതാണ് ഒരു ഡിഫറൻസ്. അപ്പോൾ ഇതിൻ്റെ കസവ് കഴിഞ്ഞ തവണയൊക്കെ കണ്ട വലിയ ബോർഡറിൻ്റെ ആളും കുറച്ചും കൂടി ഒരു കസവിന് അല്പം വീതി കുറവുണ്ട്. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ് ഇതിനകത്തുള്ളത്. പിന്നെ ഈ ഒരു സാധനം ഇവിടെ ഇത്തിരി വീതി കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഒരു പീക്കോ ഗ്രീൻ ആണ്. ഒരു സിംഗിൾ കളറല്ല, ഒരു ഡബിൾ ഷെയ്ഡഡ് ഗ്രീൻ ആണ്. ഒരു ബ്ലൂ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. വേറൊരു കളർ എന്ന് പറയുന്നത് മെറൂണാണ്. ഇതിൻ്റെ മെറൂൺ ഷെയ്ഡാണ്. അപ്പോൾ മെറൂണിൽ കണ്ടോ ഈ മുകളിൽ ഇങ്ങനെ ഒരു കര വരുന്നുണ്ട്. സാധാരണ ഇതങ്ങനെ കാണാറില്ല. ഇതുപോലെ തന്നെ മുകളിൽ വരാറുള്ളൂ. പക്ഷെ ഇതിൽ ഇവിടെ കസവിൻ്റെ വീതി കുറച്ചിട്ട് ഈ കര കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പ്രോമിനൻസ് കിട്ടും. അപ്പോൾ ആ ഒരു കളറാണ്. ഇത് മെറൂൺ ഷെയ്ഡാണ്. ഇത് ഫോൾഡിൻ്റെ ആണ് കേട്ടോ. ഇത് മടക്കി ഒരുപാട് ബൾക്ക് ഓർഡർ വരുമ്പോൾ മടങ്ങി പോകുന്നതുകൊണ്ടാണ്. പിന്നെ ഇത് നിങ്ങൾ ഒരുപാട് ഹീറ്റിട്ട് അയൺ ചെയ്യരുത്. കുറച്ച് ഹീറ്റ് വളരെ കുറച്ച് മാത്രം ഇട്ടിട്ട് അയൺ ചെയ്യാവൂ. അപ്പം എന്താ ചിലപ്പോൾ ഇതിൽ ബോഡിയിൽ ഫുൾ കസവുള്ളത് കൊണ്ട് ഇതൊന്ന് അയൺ ചെയ്താൽ മതി. കാരണം ഇതിങ്ങനെ ഈ ബൾക്ക് ഓർഡർ വരുന്നതിൻ്റെ ഒരു ഫോൾഡ് വരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് അടുത്ത കളർ. ഇനി സെക്കൻഡ് കളർ മെറൂൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതാണ് സെക്കൻഡ് കളർ. അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ്, ഈ ഗ്രീൻ ഷെയ്ഡാണ്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. ഈ ഒരു കളറാണ് വേണ്ടതെങ്കിൽ. ഇനി അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഒരു മജന്ത കളറാണ്. വാടാമല്ലി കളർ എന്ന് പറയാം. മജന്തയല്ല, വാടാമല്ലി പൂവിൻ്റെ സെയിം കളറാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഈ ഒരു ടൈപ്പ് കസവിനാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്. ബാക്കി നമുക്ക് റെഗുലറായിട്ട് കാണും, നമുക്ക് എല്ലായിടത്തും കിട്ടും. പക്ഷെ ഈ ഒരു കസവ് കിട്ടാനാണ് പാട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും കൂടെ വരും. ഈ ഒരു ഭംഗി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലുണ്ട് താഴെയുണ്ട്, രണ്ട് സൈഡിലുണ്ട് ഈ ഒരു പാറ്റേൺ പോകുന്നത്. ഭയങ്കര രസമാണ് ഇത് കാണാൻ. നല്ല ഭംഗിയല്ലേ കാണാൻ. നല്ലൊരു പാറ്റേൺ ആണ്. ഇതുപോലെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഞാൻ ഒരു ബോട്ടിനൊക്കെ എൻ്റെ കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലൗസാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ സ്റ്റൈൽ ചെയ്ത് എടുക്കാം. ഇതാണ് തേർഡ് കളർ. ഇത്രേ ഉള്ളൂ. ഈ ഒരു പാറ്റേണിൽ ഈ 3 ഷെയ്ഡ് ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളൂ. അപ്പം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. അപ്പം ഞാൻ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഈ ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ അയക്കണം. കാരണം ചിലപ്പം ഇത് ഇനി അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കാണില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന എടുക്കുക. കാരണം ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ഇനി വരുമോ, ഇനി അടുത്ത വീഡിയോയിൽ പുതിയ കളക്ഷൻ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അപ്പം നമ്മൾ പുതിയ കളക്ഷനായിട്ട് വരുമ്പോഴത്തേക്കും അതിന് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്യും, നേരത്തെ കണ്ടതാണെങ്കിൽ തീരുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഏതാണോ ആദ്യം കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് അപ്പം തന്നെ വാങ്ങിക്കുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഫോണും കാറും ഒക്കെ വാങ്ങണ പോലെയാണ്. ഫോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പുതിയ ഫോൺ വരും. അതുപോലെയാണ് സെറ്റ് ഫുഡിൻ്റെ കാര്യത്തിൽ. കാണുന്നത് ഇഷ്ടപ്പെടുന്ന അപ്പം വാങ്ങിക്കുക, പിന്നത്തേത് ചിന്തിക്കരുത്. അപ്പം ചിലർക്ക് അപ്പം കാണുന്നത് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം അടുത്ത ആഴ്ച ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നേരത്തെ ഉള്ള സാധനം തീർന്നു കാണും. അപ്പം ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നൊരു ടൈപ്പാണ് ഈ ഒരു കസവ് വരുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ, കാരണം ഒരുപാട് ലാഗ് ചെയ്ത് പോകുന്ന അർത്ഥമില്ല. ഏതായാലും കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ വരും. എൻ്റെ പല്ലുവിൻ്റെ ഇത് പല്ലുമല്ല, സെറ്റ് മുണ്ടാകുമ്പോൾ എല്ലായിടത്തും വരും. ഇത് ഈ ഒരു ചെറിയ ലൈൻ കൂടെ ഉണ്ട്. ഇതാണ് ഗ്രീൻ ഷെയ്ഡിൻ്റെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു